പ്രായമായ സ്ത്രീകളെ കണ്ടെത്തി മാല പൊട്ടിക്കുന്നയാൾ പിടിയിൽ. തൃക്കാക്കര സ്വദേശി വിഷ്ണു അരവിന്ദാണ് പോലീസിന്റെ പിടിയിലായത്. നാഗപ്പുഴ വനമേഖലയിലേക്ക് ഓടിക്കയറിയ മോഷ്ടാവിനെ സാഹസികമായാണ് പോലീസ് വലയിലാക്കിയത്. നേരെ ഇടി മേടിച്ചു നിവർന്നില്ല ഇടി മേടിച്ചു ചടച്ച് വെള്ളം. എസ് രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, ഇയാൾ കുറെ കാലമായി തന്നെ ഈ വയസ്സായവരുടെ മാല പൊട്ടിക്കലിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ആളാണോ? എങ്ങനെയാണ് ഇയാൾ പിടിയിലാവുന്ന സാഹചര്യം ഉണ്ടായത്? ശ്രീജ, കഴിഞ്ഞ മാർച്ച് 6-ന് കടിങ്ങല്ലൂർ മുക്കപ്പടം താരോട്ടുകുന്നിന് സമീപമുള്ള പലചരക്ക് കടയിൽ ബദൽഗം വാങ്ങാനെന്ന വ്യാജേന ബൈക്കിലെത്തി 74 വയസ്സുള്ള വൃദ്ധയെ ആക്രമിച്ച് സ്വർണ്ണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് ഉണ്ടായത്. ബിനാനിപുരം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാൾ മോഷ്ടിച്ച ബൈക്കുമായിട്ടാണ് അവിടെ എത്തിയത്. ഇയാൾക്കെതിരെ ഇത്തരത്തിൽ പല കേസുകളുമുണ്ട്. കുറ്റിയോട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും ബിനാനിപുരത്തും അതോടൊപ്പം തന്നെ മറ്റു പല കൊടകര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കേസുകൾ ഉണ്ട്. വളരെ സാഹസികമായിട്ടാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ തൃക്കാക്കര സ്വദേശിയാണെങ്കിലും കല്ലൂർക്കാട് നാഗപ്പുഴയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഈ വിഷ്ണു അരവിന്ദ്. അവിടെ പോലീസ് സംഘം എത്തിയപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് കുതിരി ഓടി തുടർന്ന് നാഗപ്പുഴ വനമേഖലയിലേക്ക് കയറി. വനമേഖലയിൽ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയ ശേഷമാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാൾ മുൻപ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൾസർ സിനി കൊടുത്തുവിട്ട കത്ത് ദിലീപിന് കത്ത് കൊടുത്തുവിട്ടിരുന്നു. അതിൽ ഇടനിലയാൽ നിന്ന ആളാണ് വിഷ്ണു. അന്ന് വിഷ്ണുവിന്റെ അറസ്റ്റ് ഉണ്ടാവുകയും പിന്നീട് വിഷ്ണുവിനെ അപ്രൂവർ ആക്കിയാണ് കേസിൽ. അതിനുശേഷം പിന്നീട് ഇയാൾ ആയ ശേഷം ഇത്തരത്തിലുള്ള പല കേസുകളിലും ഉൾപ്പെടുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച കേസും വരെ ഇയാൾക്ക് എതിരെ ഉണ്ട്. എടമക്കരയിൽ അതോടൊപ്പം മോഷണ കേസ്, ബൈക്ക് മോഷണം ഉൾപ്പെടെയുള്ള കേസുകളും ഈ വിഷ്ണു അരവിന്ദിനെതിരെ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു സാഹസികമായിട്ടുള്ള ഓപ്പറേഷനിലൂടെയാണ് ഈ ആളെ ഇപ്പോൾ വലയിലാക്കിയിരിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.